നമ്മളിന്ന് ചുരിദാർ കട്ടിങ്ങാണ് പഠിക്കാൻ പോണത്. നമ്മളിപ്പോൾ 34 സൈസ് വണ്ണമുള്ള ഒരാൾക്ക് അപ്പോൾ അതെങ്ങനെ അളവെടുക്കണം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അളവെടുത്ത് കട്ടിങ് ചെയ്യുന്നത് എന്ന് പറയുന്നത് 44 44 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചും കൂടെ കൂട്ടിയാണ് എടുക്കുന്നത്. 45 ഇഞ്ച്, 45.5. നമ്മളിപ്പോൾ നീളം എടുത്ത് മടക്കി. ഇനി നമ്മൾ വണ്ണമാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കഴുത്തിൽ ഡിസൈൻ വരുന്ന ഒരു പാറ്റേണാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ ഈ കഴുത്തിൽ നമ്മൾ സെൻറ്റർ കവർ ചെയ്ത് വേണം തുണി മടക്കാൻ വേണ്ടി. അപ്പോൾ അത് നോക്കണം, വണ്ണത്തിനെയാണ് എടുക്കേണ്ടത്. ഷോൾഡർ അളവ്, ഷോൾഡർ പോയിൻ്റ് ചെയ്ത് കൈക്കുഴി പോയിൻ്റ് ചെയ്ത് വണ്ണം പോയിൻ്റ് ചെയ്ത് കൈക്കുഴി വരയ്ക്കാം. കൈക്കുഴി വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് കൈക്കുഴി വരയ്ക്കാവുന്നതാണ്. കഴുത്ത് നമുക്ക് ഓൾറെഡി ഇവിടെ നമ്മളിവിടെ അളവ് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് വെട്ടി മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ടുള്ളത് സ്ലിറ്റിൻ്റെയാണ്. പോയിൻ്റ് വണ്ണത്തിൽ നിന്ന് 1 ഇഞ്ച് അകത്തോട്ട് പോയിൻ്റ് ചെയ്ത് ഒരു വണ്ണത്തിലോട്ട് വന്ന് വണ്ണത്തിൽ നിന്ന് ആ 1 ഇഞ്ചിലോട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് വീണ്ടും ആ വണ്ണത്തിലോട്ട് വന്നിട്ട് താഴോട്ട് വരച്ചു. ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ താഴെ മടക്കി ഇത് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മൾ ബാക്ക് കഴുത്ത് മാത്രം മാറ്റി സെപ്പറേറ്റ് എടുക്കുന്നു. ഫ്രണ്ട് കഴുത്ത് മാറ്റി ബാക്ക് കഴുത്തിൻ്റെ അകല മാർക്ക് ചെയ്യുന്നു 2.5 ഇഞ്ച്. കഴുത്ത് ഇറക്കം അത് നമ്മുടെ ഇഷ്ടാനുസരണമാണ്. കഴുത്തിറക്കം നമുക്ക് എത്രയാണോ. ഇതിപ്പോൾ കഴുത്തിലധികം ഇറക്കം ബാക്ക് ഇറക്കം കൊടുക്കുന്നില്ല. സിമ്പിളായിട്ടാണ് തയ്ക്കുന്നത്. എടുക്കില്ല. ഇപ്പം നമ്മൾ കൈ വെട്ടാനാണ് പോണത്. 3/4 കൈയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മളിവിടെ ജോയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ 17 ഇഞ്ചാണ് കൈയുടെ നീളം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. വണ്ണവും നീളവും എല്ലാം കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് കൈയുടെ വണ്ണം കൈയുടെ നീളം ഇതൊക്കെ എല്ലാം മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൈ കട്ട് ചെയ്ത് ഇപ്പോൾ കൈയും കട്ട് ചെയ്തു. ഇനി നമുക്കിപ്പോൾ വീഡിയോയ്ക്ക് ലെന്ത് കൂടുന്നത് കൊണ്ട് തയ്ക്കുന്ന വീഡിയോ അടുത്ത ഇതിടാം.